നൃപൻ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഡേറ്റ് നേരത്തെ പ്രഖ്യാപിച്ചതിനെ ബ്ലെയിം ചെയ്തുകൊണ്ട് നീങ്ങാനാണ് കെ സി വേണുഗോപാലിൻ്റെ വ്രതാശ്രമം ഇന്നും നടത്തിയത്. എന്തൊക്കെയാണ് പ്രധാനമായും ഇപ്പോഴത്തെ തർക്കം? എൽദോസിനെയും വിൻസെൻറ്റിനെയും ഒഴിവാക്കുന്നു, കെ സുധാകരനെ പുറത്താക്കുന്നു. ഈ രീതിയിലേക്ക് ആദ്യത്തെ ഒരു 50 പേരെയെങ്കിലും നിശ്ചയിക്കാമെന്നാണ് അവർ തീരുമാനം. പക്ഷേ അതിനുപോലും ആകുന്നില്ല. വലിയ തർക്കങ്ങളാണ്. എന്തൊക്കെയാണ് ഈ കാര്യങ്ങളെ കാണേണ്ടത്? ഏതൊക്കെ തരത്തിലാണ് നൃപൻ? കമ്മീഷൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം കോൺഗ്രസിൽ ഉരുണ്ട് കൂടുന്ന പ്രശ്നങ്ങൾ, പൊട്ടിത്തെറികൾ കൂടുതൽ രൂക്ഷമാകുന്നു എന്ന് തന്നെയാണ്. കാരണം അതിൻ്റെ പ്രതിസന്ധി ദില്ലിയിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഗൗരവതരമായ ചർച്ചകൾ, അതിനുശേഷം ഒരു വിഷയത്തിൽ നിന്ന് ഒന്നിലധികം വിഷയങ്ങളിലേക്ക് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ കടമ്പകൾ ഉണ്ടാകുന്നു, വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എം പിമാരിൽ തട്ടിയായിരുന്നു ആദ്യത്തെ പ്രതിഷേധത്തിൻ്റെ അലയൊലി പുറത്തേക്ക് വന്നത്. അത് കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള മുൻ കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരനെ പോലെ കണ്ണൂരിൽ അവരെ സംബന്ധിച്ചുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കെ സുധാകരൻ തന്നെ ഇടഞ്ഞ് പരസ്യമായി രംഗത്ത് വന്നു. താൻ മത്സരിക്കുമെന്ന് കെ സുധാകരൻ തന്നെ പ്രഖ്യാപിച്ചു. അതിൽ ഇക്കാര്യത്തിൽ അല്പം മുമ്പ് കെ സി വേണുഗോപാലും വി ഡി സതീശനോടും നമ്മുടെ റിപ്പോർട്ടർ വിഷ്ണു ആവർത്തിച്ച് ആ ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ബോധപൂർവം അവർ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം നടത്തി. കാരണം ആ വിഷയത്തിൽ പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നതാണ്. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നേതാക്കളുടെ നിർദ്ദേശങ്ങളും അനുസരിച്ച്, പ്രത്യേകിച്ച് കെ സി വേണുഗോപാൽ കൂടിയുള്ളപ്പോൾ ആ കെ സി വേണുഗോപാലിൻ്റെ കൂടി നിർദ്ദേശം അനുസരിക്കാതെ തീരുമാനം ആ കാര്യത്തിൽ ഉണ്ടാകില്ല. മാത്രമല്ല സ്റ്റിയറിംഗ് കമ്മിറ്റിയല്ല ഇക്കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഹൈക്കമാൻഡാണ് എന്ന കാര്യം വി ഡി സതീശൻ അല്പം മുമ്പ് പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. അതുകൊണ്ട് കെ സുധാകരൻ്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കെ സുധാകരന് അനുകൂലമായി തീരുമാനമെടുത്താൽ ഉണ്ടാകുന്ന പ്രത്യേകത വളരെ വലുതായിരിക്കും. കാരണം തൊട്ട് പിന്നാലെ അടൂർ പ്രകാശത്തും അതിന് തൊട്ട് പിന്നാലെ കൊടിക്കുന്നിൽ സുരേഷത്തും നിരവധി എം പിമാരെത്തും. ഇനി അതിനുള്ള സമയമില്ല എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ഇനി സുധാകരനെ പരിഗണിക്കാതെ വിട്ടാൽ സുധാകരൻ ഇതുവരെ രമേശ് ചെന്നിത്തല പോലെയുള്ളൊരു നേതാവ്, മറ്റ് നേതാക്കളൊന്നും അദ്ദേഹത്തിൻ്റെ സംസാരിച്ചപ്പോൾ അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായി പോയുമില്ല. രമേശ് ചെന്നിത്തലയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരന്തരം അദ്ദേഹത്തിൻ്റെ ടെലിഫോണിൽ ഇന്ന് നേരിട്ടും സംസാരിക്കാനും ചർച്ചയ്ക്ക് തയ്യാറായത്. അതിനോടും രമേശ് ചെന്നിത്തലയോട് അദ്ദേഹം പറഞ്ഞത് തനിക്ക് സീറ്റ് വേണം, താൻ മത്സരിക്കും, താൻ മത്സരത്തിൽ നിന്ന് പിന്മാറില്ല എന്നതാണ്. അതുകൂടി കണ്ടാണ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സുധാകരൻ മത്സരിക്കണമെന്ന ആഗ്രഹം കണ്ണൂരിലെ പ്രവർത്തകർക്ക് പൊതുവായൊരു വികാരമുണ്ട്. ഹൈക്കമാൻഡാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അതായത് കെ സുധാകരൻ്റെ വികാരം എന്ന് പറയുന്നത് മത്സര രംഗത്ത് നിന്ന് പിന്നോട്ടില്ല എന്നതാണ്. തുടർച്ചയായിട്ട് അതിൻ്റെ തുടർന്നായിട്ടാണ് നിരവധി പ്രശ്നങ്ങൾ വരുന്നത്. ഒരു സീറ്റിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിവിധ പരിഗണന അനുസരിച്ചാണ് കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ ഇൻറ്റേർണൽ കമ്മിറ്റിയല്ല സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുന്നത്. വിവിധ പരിഗണനകൾ, ഒന്ന് നേതാക്കളുടെ നിർദ്ദേശം അനുസരിച്ച് വരുന്നവർ, സാമുദായിക പരിഗണന, ഒപ്പം തന്നെ ഒരു ജില്ലയിലുള്ള ഇക്വേഷനുണ്ട്. വിവിധ തരത്തിൽ സീറ്റുകൾ വിഭജിക്കുമ്പോൾ ഒരു സീറ്റിൽ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് മാറ്റമുണ്ടായാൽ ജില്ലയിലെ ഇക്വേഷൻ മുഴുവൻ മാറും. ഇപ്പോൾ വിൻസെൻറ്റിനെ സംബന്ധിച്ച്, കോവളം മണ്ഡലത്തെ സംബന്ധിച്ച് മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ പലതരത്തിലുള്ള സ്ഥാനാർത്ഥികൾ അങ്ങോട്ടേക്കിട്ട് മാറ്റേണ്ടി വരും. അപ്പോൾ നേരത്തെ സ്ഥാനാർത്ഥി കുപ്പായം തച്ചിരിക്കുന്ന പട്ടികയിലുള്ളവർ, നേരത്തെ സർവേ റിപ്പോർട്ടിലുള്ളവർ, എന്തിനായിരുന്നു കോൺഗ്രസ് സർവേ റിപ്പോർട്ട് നടത്തിയത് എന്ന കാര്യത്തിലൊക്കെ കൺഫ്യൂഷനാണ് ഇപ്പോൾ നേതാക്കൾ പറയുന്നത്. കാരണം സർവേ റിപ്പോർട്ട് കണ്ട് താനാണ് സ്ഥാനാർത്ഥി എന്ന് വിശ്വസിച്ച് പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങി തിരിച്ച നേതാക്കൾ ചിലപ്പോൾ ഇനി പട്ടികയിലുണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് ഇനി മാനദണ്ഡം? ഇത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളിലടക്കം അടിമുടി മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. കാരണം കൈവിട്ടുപോയ ഒരു രീതിയാണ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഒരു മാരത്തോൺ അല്ല, ഇനിയിപ്പോൾ 100 മീറ്റർ 100 മീറ്റർ ഓട്ടത്തിലേക്കാണ്. സ്ഥാനാർത്ഥി ഇനി പ്രഖ്യാപിച്ചാൽ തന്നെ നോമിനേഷൻ അടക്കമുള്ള, രാജ്ഭവൻ ഉണ്ണിത്താനും നേരത്തെ കഴിഞ്ഞ ദിവസം കെ മുരളീധരനൊക്കെ പറഞ്ഞതുപോലെ ഇനിയുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ നടത്തേണ്ട കടമ്പകളുണ്ട്. അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ ഗൃഹസന്ദർശനങ്ങൾ, കവലകൾ പോലെയുള്ള യാത്രകൾ, ഒപ്പം തന്നെ ഈ പ്രവർത്തകർക്ക് 2 or 3 തവണ വീടുകളിൽ പോയി വോട്ടഭ്യർത്ഥിക്കാനുള്ളത്, അതിൻ്റെ നോട്ടീസ് വിതരണം ചെയ്യേണ്ടത്, പോസ്റ്റർ പ്രിൻ്റ്, അതിൻ്റെ പ്രചരണം, പോസ്റ്റർ ടിപ്പ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ, അവസാനത്തെ സ്ഥാനാർത്ഥി പര്യടനം, റോഡ് ഷോ, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അതിനുള്ള സമയം പോലും ഇല്ല. അപ്പോഴാണ് ഈ സ്ഥാനാർത്ഥികൾ നേരത്തെ തീരുമാനിച്ചത്. നമ്മൾ തിരുവനന്തപുരത്ത് എൻ ശക്തൻ്റെ കാര്യം അദ്ദേഹം തന്നെ നേതാക്കളെ കണ്ട് അറിയിച്ചതാണ്. അദ്ദേഹമാണ് പ്രവർത്തകർക്ക് പണം കൊടുത്ത് ചുവരെഴുതാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി പോസ്റ്റർ പ്രിൻ്റ് ചെയ്തു. അവിടെയാണ് ഇനി പുതിയൊരു സ്ഥാനാർത്ഥി വരുന്നത്. അപ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് അറിയില്ല താനാണ് സ്ഥാനാർത്ഥി എന്ന കാര്യം. വിവിധ പേരുകൾ, 1, 2, 3 പേരുകാരുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വല്ലാതെ കോൺഗ്രസിനെ അലട്ടുന്നുണ്ട്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള നിരാശയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണമുണ്ട്. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും, പുതുയുഗ യാത്രയ്ക്കൊപ്പം സ്ഥാനാർത്ഥി ഉണ്ടാവും, ഫെബ്രുവരി സ്ഥാനാർത്ഥി ഉണ്ടാവും, പുതുയുഗ യാത്രയ്ക്കൊപ്പം സ്ഥാനാർത്ഥി ഉണ്ടാവും, 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി ഉണ്ടാവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ സംബന്ധിച്ച് എന്തുകൊണ്ടായില്ല എന്ന ചോദ്യം മാധ്യമങ്ങളോട് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം ക്ഷുഭിതനായി. മാധ്യമങ്ങളാണ് പ്രശ്നം കൊണ്ടാണ്, നിങ്ങൾക്കെന്ത് കാര്യമെന്ന് അദ്ദേഹം ചോദിക്കുന്നു, വേറെ പണിയില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇതേ
വി ഡി സതീശനാണ് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് സ്വാതന്ത്ര്യം സംബന്ധിച്ച് നേരത്തെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പോലും പ്രകോപിതനാകേണ്ടി വരുന്നു. അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കോൺഗ്രസ് ഉടലെടുത്തിട്ടുള്ളത്. പല ജില്ലകളിലും സമാനമായ പ്രശ്നങ്ങളുണ്ട്. കൂടുതൽ നേതാക്കൾ പൊട്ടിത്തെറിയുമായി രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഹൈക്കമാൻഡാണോ തീരുമാനിക്കുന്നത്, KPCC ആണ് തീരുമാനിക്കുന്നത്, സർവേ റിപ്പോർട്ടറാണ് തീരുമാനിക്കുന്നത്? ആകെ ആശയക്കുഴപ്പത്തിലാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 എൽദോസ് കുന്നപ്പള്ളിയെയും വിൻസെൻറ്റിനെയും മാറ്റുന്നത് സംബന്ധിച്ച് അവർ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വിൻസെൻ്റ് കടുത്ത പ്രതിഷേധത്തിലാണ്. KC വേണുഗോപാലിൻ്റെ ഭാഗമായി നിൽക്കുന്ന നേതാവാണ് വിൻസെൻ്റ്. അങ്ങനെ ഹൈക്കമാൻഡ് ഇങ്ങനൊരു തീരുമാനം KC വേണുഗോപാലിനെ ധിക്കരിച്ചെടുക്കുമോ? അങ്ങനെ ഒരു തീരുമാനം പൊതു മാനദണ്ഡം വന്നാൽ അത് എൽദോസ് കുന്നപ്പള്ളിക്കും വിൻസെൻറ്റിനും ഒരുപോലെ മാനദണ്ഡമായി മാറും. തിരുവനന്തപുരത്ത് സംബന്ധിച്ചിടത്തോളം എ ഗ്രൂപ്പിനെ വിട്ടുനിന്ന് ഇപ്പോൾ KC വേണുഗോപാലിനൊപ്പം നിൽക്കുന്ന നേതാവാണ് വിൻസെൻ്റ്. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ആഭ്യന്തര കലഹങ്ങൾ, പ്രതിഷേധങ്ങൾ, പ്രത്യേകിച്ച് കോവളം മണ്ഡലത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും. വലിയ തരത്തിലുള്ള മത്സരത്തിലേക്ക് കോവളം പോകുന്ന കാര്യം നേരത്തെ തന്നെ കോൺഗ്രസിനകത്ത് ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ട്. കഴിവുറ്റ ഒരു നേതാവിനെയാണ് ഇടതുമുന്നണി കോവളത്ത് പരീക്ഷിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഇന്ന് സ്ഥാനാർത്ഥി രംഗത്തുള്ള മാറ്റം, ആഭ്യന്തരമായ കലഹങ്ങൾ, അങ്ങനെ ഓരോ മണ്ഡലത്തിൽ, അതായത് ഒന്നുകൂടി അജിംഷാദ് കൂട്ടിച്ചേർക്കണം, തിരുവനന്തപുരത്ത് 13 സീറ്റുകളിലും LDF ആണ്. ഒരേ ഒരു സിറ്റിംഗ് സീറ്റാണ് കോവളം, അതാണ് വിൻസെൻ്റ്. അവിടെ ഉള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തിലെ മാറ്റം, അങ്ങനെ വലിയ തരത്തിലുള്ള തർക്കങ്ങളിലേക്കാണ് പോകുന്നത്. ഇപ്പോഴും 50-ലധികം സീറ്റുകൾ, ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു ദിവസം കൂടി നീളുമ്പോൾ, ഇന്നലെ പ്രഖ്യാപിക്കുമ്പോൾ 30, ഇന്ന് പ്രഖ്യാപിക്കുമ്പോൾ 70-ലധികം എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം അല്പം മുമ്പ് സണ്ണി ജോസഫിനെ പറഞ്ഞത് 50-ലധികം സീറ്റുകളെന്നാണ്. 50-ലധികം സീറ്റുകൾ പ്രഖ്യാപിക്കാൻ കഴിയുമ്പോൾ സീറ്റുകൾ തന്നെ തർക്കമുള്ള സീറ്റുകളിൽ എങ്ങനെ പരിഹരിക്കും? തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 5 ഇപ്പോഴും തർക്കമുണ്ട്. ബാക്കിയുള്ളവയാണ് പ്രഖ്യാപിക്കുക. ബാക്കിയുള്ളവയിൽ തന്നെ തിരുവനന്തപുരം സെൻട്രൽ പ്രഖ്യാപിക്കാതെ മാറ്റി നിർത്തും. CMBയുമായി തർക്കമില്ല എങ്കിൽ എന്തുകൊണ്ട് CMBക്ക് 2 സീറ്റാണ്? CMBക്ക് സെൻട്രൽ സീറ്റ് കൊടുത്തു എന്ന് കഴിഞ്ഞ ദിവസം മുരളീധരൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ CMBക്ക് സീറ്റ് പ്രഖ്യാപിക്കാമായിരുന്നു, 2 സീറ്റ്. ഇതുവരെ CMB പ്രഖ്യാപിച്ചിട്ടില്ല. സെൻട്രൽ സീറ്റ് മാറ്റിയിടുമോ? ഒപ്പം തന്നെ നെയ്യാറ്റിങ്കര സീറ്റ് സംബന്ധിച്ച് DCC അധ്യക്ഷൻ മത്സരിക്കുമെന്ന് പറഞ്ഞ ശക്തൻ്റെ സീറ്റ്, അരുവിക്കരയിൽ നിയമ സീറ്റിൽ നിന്ന് പോകുന്ന അരുവിക്കരയിൽ ഈ പറഞ്ഞ ശബരിനാഥിനെതിരെയാണ് കഴിഞ്ഞ ദിവസം പോസ്റ്റർ പ്രചരണം വന്നത്. ചിറയൻകീഴ് സീറ്റിനെ സംബന്ധിച്ച് രമ്യ ഹരിദാസിനെ കെട്ടിയിറക്കുന്നതിനെതിരെ കോലം കത്തിച്ചു KPCC അധ്യക്ഷൻ്റെയും ഒപ്പം തന്നെ രമ്യ ഹരിദാസിൻ്റെയും. ആ സീറ്റിൽ രമ്യ ഹരിദാസ് തന്നെയാണ് വരികയാണ്. അങ്ങനെ രമ്യ ഹരിദാസ് ജില്ലയിൽ വരികയാണെങ്കിൽ മറ്റേ വനിതാ സീറ്റ്, വനിതയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള മറ്റൊരു പേരുകാരൻ നെയ്യാറ്റുകാരെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആ പേരുകാരനെ ഒഴിവാക്കേണ്ടി വരും. അങ്ങനെ പലതരത്തിലുള്ള ആശയക്കുഴപ്പമാണ്. ഇനി പ്രഖ്യാപിക്കുക മാത്രമല്ല, സ്വാഭാവികമായും സീറ്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ പ്രശ്നം അതിൽ ഗൗരവവും വലിയ രീതിയിലും ഉണ്ടാകും. എന്നാൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പോലും ആകുന്നില്ല. ഇത്തരത്തിലുള്ളൊരു വലിയ തർക്കം അവിടെ നിൽക്കുന്നു. ഇന്നിപ്പോൾ നിർഭൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ദില്ലിയിൽ KC വേണുഗോപാലിന് പിന്നിൽ VD സതീശനും ഷാഫി പറമ്പിലുമുണ്ട്. VD സതീശൻ്റെ മുഖം വളരെ ഡള്ളാണ്. തീർച്ചയായും ശാസ്ത്രീയമായി നമുക്ക് ഈ പൊളിറ്റിക്കലി നമുക്ക് ഈ ശരീരഭാഷകൾ കൂടി അനലൈസ് ചെയ്യേണ്ടതുണ്ടല്ലോ. വളരെ ദുർബലമായ, അപ്പോൾ ഏതൊക്കെ ഈ തരത്തിലുള്ള സീറ്റ് തർക്കങ്ങളുടേതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്വിസ്റ്റിലുള്ള തിരിച്ചടികളുണ്ടോ, ഇതൊക്കെ നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ നിർഭൻ? തീർച്ചയായും VD സതീശനാണല്ലോ ഈ ഒരു വലിയ തരത്തിലുള്ള പ്രഖ്യാപനം നടത്തിയത്. ഒന്ന് VD സതീശൻ്റെ വിസ്മയം, രണ്ടാമത്തത് മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, രണ്ടാമത് 24 മണിക്കൂർ. അപ്പോൾ ഈ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളെല്ലാം നടത്തിയ നേതാവ് VD സതീശനാണ്. ഇതിനോടൊന്നും യോജിപ്പില്ലായിരുന്നു. ഒരു കാര്യം കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. നേതാക്കൾ തെരഞ്ഞെടുപ്പ് ഘട്ടമായതുകൊണ്ട് പറയാത്തതാണ്. VD സതീശൻ്റെ പുതുയുഗ യാത്ര പ്ലാൻ ചെയ്ത് തെറ്റിപ്പോയി എന്ന നിലപാട് മുതിർന്ന നേതാക്കൾക്കെല്ലാം ഉണ്ട്. കാരണം മറ്റ് മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ചർച്ചകൾ പൂർത്തിയാക്കി മണ്ഡലം കമ്മിറ്റികളിൽ സ്ഥാനാർത്ഥി നിർണയം താഴെത്തട്ടിൽ നിന്ന് ആരംഭിച്ച് ജില്ലാ കൗൺസിലും ജില്ലാ സെക്രട്ടേറിയറ്റും കൂടി, സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കൗൺസിലുകളും കൂടി, അതാത് കമ്മിറ്റികൾ കൂടി, സംസ്ഥാന നേതൃത്വം, അതാത് ഘടകകക്ഷികളുടെ എല്ലാത്തിൻ്റെ സംസ്ഥാന നേതൃത്വം കൂടി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രഖ്യാപനം വന്നതിന് തൊട്ട് പിന്നാലെ CPMും CPIയും മറ്റ് ഘടകകക്ഷികളും ഓരോന്നോരോന്നായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പുതുയുഗ യാത്രയ്ക്കൊപ്പം ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നായിരുന്നു ആദ്യത്തിലെ ധാരണ. പക്ഷേ പുതുയുഗ യാത്ര സതീശൻ്റെ ഏകപക്ഷീയമായ യാത്രയായി മാറിയതോടെ തന്നെ തീർച്ചയായും